CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ടി വീണയെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇത് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ പുതിയ സമൻസ് കൈമാറും എന്ന് വിവരം ലഭ്യമാകുന്നു. CMRൽ നിന്ന് നൽകിയതായി പറയുന്ന സേവനങ്ങൾ തെളിയിക്കാൻ വീണയ്ക്ക് കൃത്യമായ രേഖകളൊന്നും ഹാജരാക്കാനായില്ല എന്നാണ് ED വ്യക്തമാക്കുന്നത്. IT സേവനങ്ങൾ സംബന്ധിച്ച് CMRൽ പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചകൾ എന്നതിനാൽ മറ്റു രേഖകൾ സൂക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു വീണയുടെ മൊഴി. എക്സാലോജിക് നിലവിൽ പ്രവർത്തനത്തിലില്ല. അവിടെ ഉപയോഗിച്ച സിസ്റ്റത്തിലായിരുന്നു മറ്റു ചില വിശദാംശങ്ങളെന്നും വീണ ഇന്നലെ EDക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CMRൽ നിന്നും ലഭിച്ച 2,78,00,000 രൂപ പൂർണ്ണമായ വിനിയോഗം സംബന്ധിച്ച വീണയുടെ മറുപടികളിലും പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മൊഴികളിൽ വ്യക്തത കുറവെന്നും ആഴത്തിൽ പരിശോധിക്കുമെന്നും ED പറയുന്നു. കോടതി അനുവദിച്ചെങ്കിലും SFIO കുറ്റപത്രത്തിനൊപ്പമുള്ള അനുബന്ധ രേഖകൾ EDക്ക് ഇതുവരെയും കിട്ടിയില്ല. SFIOയിൽ നിന്നും ഇതുവരെ അത് ലഭ്യമായില്ല. അതുകൂടി സമാഹരിച്ച ശേഷമാകും വീണയ്ക്കുള്ള 3ാം സമൻസിന്റെ തീയതി തീരുമാനിക്കുക. 2ാം സമൻസ് പ്രകാരമാണ് ഇന്നലെ ബുധനാഴ്ച രാവിലെ ചോദ്യം ചെയ്യലിൽ വീണ ഹാജരായത്. പക്ഷേ നൽകിയ വിവരങ്ങളിൽ വ്യക്തതയില്ല എന്നാണ് ED ഇപ്പോൾ പറയുന്നത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. വീണ നേരത്തെ തന്നെ രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയാണ് റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED കടന്നു. പിന്നീട് ഇതാ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചു. അപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നാണല്ലോ ED പറയുന്നത്. തുടർ നടപടികളുടെ ഭാഗമായി വീണ്ടും സമൻസ് അയക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയുന്നത്. എന്താണ് വിശദ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം 8 മണിക്കൂറിലധികമാണ് വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ആ മൊഴി ഇപ്പോൾ EDക്ക് മുന്നിലുണ്ട്. അത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരം വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കും, വീണ്ടും ചോദ്യം ചെയ്യും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ആ സമൻസിനുള്ള തീയതി അത് നിശ്ചയിക്കുകയും ചെയ്യും. വീണയോട് വീണ്ടും വിളിപ്പിക്കേണ്ടി വരുമെന്ന കാര്യം ഇന്നലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ IT സേവനങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ IT സേവനങ്ങൾ എന്തൊക്കെയാണ് CMR നൽകിയെന്ന് തെളിയിക്കാൻ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ വീണയ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ED സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വീണയുടെ സ്റ്റേറ്റ്മെന്റായി ഇത് വന്നിരിക്കുന്നത്, അതായത് ഈ സേവനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ടായിരുന്നു ഈ CMRൽ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ വന്നിരുന്നത്. ഉപദേശങ്ങൾ നേരിട്ടും മറ്റുമൊക്കെയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് മറ്റ് രേഖകളില്ല. മാത്രമല്ല, ഈ CMRൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തനത്തില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ സിസ്റ്റങ്ങളിലായിരുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ത് സേവനം എന്നത് സംബന്ധിച്ചുള്ള തെളിയിക്കാൻ വീണയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ EDക്ക് മുന്നിലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു രേഖയും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ 2.78 കോടി രൂപ ആ രൂപ CMRൽ നിന്ന് എക്സാലോജിക്കിലേക്ക് അല്ലെങ്കിൽ വീണയിലേക്ക് വന്നിരുന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മറുപടികളിൽ പൊരുത്തക്കേടുകളും വ്യക്തതപൂർവ്വമുണ്ട്. എന്തായാലും ഇത് ആഴത്തിൽ പരിശോധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. ഇതോടൊപ്പം തന്നെയാണ് എന്തൊക്കെ നടപടികളിലേക്ക് ED കടക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ നിലവിൽ 30 ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ ഫ്രീസിംഗ് വന്നിരിക്കുന്നത്. 246ഓളം അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ ആദ്യ കേസുകളിലാകെയാണ് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അതിൽ വീണയുടെ അക്കൗണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫ്രീസിംഗിന് ശേഷം പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ്, താൽക്കാലിക കണ്ടുകെട്ടൽ നടപടികളിലേക്ക് അടക്കം EDക്ക് പോകേണ്ടതായിട്ട് വരും. സിവിൽ നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. തുടർന്ന് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതിനുമുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. ഈ പറയുന്ന ആളുകളെയൊക്കെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് അതിന്റെ ഇഴകീറി പരിശോധിച്ച് ഈ ED അതിന്റെ ഒരു കൃത്യമായ കണ്ടെത്തലുകളിലേക്ക് പോകണം. ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് നിഗമനങ്ങളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ളത്. അതൊരു കണ്ടെത്തൽ എന്ന തലത്തിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും EDക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് അത്തരം നടപടികളിലേക്ക് കൂടുതലായി പോവുക. ഇതോടൊപ്പം തന്നെ കൂടുതൽ സമൻസ് അയക്കുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ ED നീങ്ങുകയും ചെയ്യും. ഇതോടൊപ്പം SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ രേഖകൾ, പ്രത്യേകിച്ചും വീണയുടെ മൊഴി, വിശദമായിട്ടുള്ള മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ED നേരത്തെ ചോദിച്ചിരുന്നു. 134 രേഖകൾ അത് കോടതി അനുവദിക്കുകയും ചെയ്തു. അത് SFIOയോട് കൈമാറാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഇതുവരെയും അത് ലഭ്യമായിട്ടില്ല EDക്ക്. അത് EDക്ക് മുന്നിൽ ഒരു തടസ്സം തന്നെയാണ്. ഇന്നോ നാളെയോ അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ED ഉള്ളത്. അത് കൈമാറാമെന്നും പറഞ്ഞിട്ട് അത് ഒരുപാട് വാല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു പ്രശ്നമായി നിൽക്കുന്നതെന്നാണ് ബോധ്യമാകുന്നത്. അതുകൂടി പല വിവരങ്ങളും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിയുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എക്സാലോജിക് കമ്പനി ഇപ്പോൾ നിലവിലില്ല. ആ കമ്പനിയുടെ സ്വന്തമായ കമ്പ്യൂട്ടറിലായിരുന്നു ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഈ കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്തു, നിലവിൽ അത് പക്കലില്ലേ, വീണയുടെ പക്കലില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കില്ല അല്ലേ?
അതായത് CMRലുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങൾ അവിടുത്തെ സിസ്റ്റങ്ങളിലും മറ്റുമൊക്കെ തന്നെയാണ് ഉള്ളത്. അത് ആ കമ്പനിയാണെങ്കിൽ നിന്ന് പോവുകയും ചെയ്തു എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിൽ ഈ ഉപദേശങ്ങൾ, IT സേവനങ്ങൾ സംബന്ധിച്ച് ഉപദേശങ്ങളൊക്കെ തന്നെ താൻ നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. അത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ബേസിസിലാണ്, അതായത് വ്യക്തിപരം അല്ലെങ്കിൽ ആ തരത്തിലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു രേഖകളുടെ ആവശ്യം ഇതിൽ വന്നിട്ടുണ്ടായില്ല. അത്തരം രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്ന ഒരു മൊഴിയാണ്. എന്തായാലും ED പറയുന്നത് ഈ സേവനങ്ങൾ നൽകിയതായി പറയുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ തെളിയിക്കാൻ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ വീണയ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്നാൽ മറ്റു ചില രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ IT റിട്ടേൺ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയാണ് ഹാജരാക്കിയതെന്നതാണ് ബോധ്യമാകുന്നത്.